ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിൽ ഉപരി പൗരന്മാരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പാക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇനി ഇന്ത്യയില് ജനാധിപത്യത്തിന്റെ സ്ഥാപനത്തിനും വ്യാപനത്തിനും വേണ്ടി ഭരണഘടന അനുസൃതമായി നിലവിൽ വന്ന സ്ഥാപനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയില് ജനാധിപത്യത്തിന്റെ സ്ഥാപനത്തിനും വ്യാപനത്തിനും വേണ്ടി ഭരണഘടന അനുസൃതമായി നിലവിൽ വന്ന സ്ഥാപനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ എന്ന് നമുക്ക് തരംതിരിക്കാം. ഇനി എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പൊ എന്താണ്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഏതാണ്? അത് ഭരണഘടനയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയാണ്. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടന ഭേദഗതി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് എന്താണ്? ഭരണഘടന ഭേദഗതി ആവശ്യമാണ്. ഇനി എന്താണ് ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ? അത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്ന സ്ഥാപനങ്ങളാണ് എന്ത്? ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭരണഘടനേതര സ്ഥാപനങ്ങൾക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടന പദവി നൽകാറുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് ഇത്തരം സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട്. അതായത് ഈ ഭരണഘടനേതര സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഈ ഭരണഘടനേതര സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത്? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, ഇതൊക്കെ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇനി എന്തായിരിക്കും ഭരണഘടന ഇതര സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നുണ്ട്, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇതൊക്കെ എന്താണ്? ഭരണഘടന ഇതര സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണ്? അത് 1950 ജനുവരി 25-നാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതിയാണ് 1950 ജനുവരി 25. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ന്യൂഡൽഹി ആണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹി ആണ്. ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം എത്രയായിരിക്കും? അത് അനുച്ഛേദം 324 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിച്ചാൽ അത് എത്രയാണ്? അത് അനുച്ഛേദം 324. ഇനി ഈ
ഇതിന്റെ ഘടന എന്ന് പറയുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. എങ്ങനെയാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി ഇവരെ നിയമിക്കുന്നത് ആരായിരിക്കും? അത് രാഷ്ട്രപതി ആയിരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഇവരുടെ കാലാവധി എത്രയാണ് പറയുന്നത്? അത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി, ഔദ്യോഗിക കാലാവധി പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഇംപീച്ച്മെന്റിലൂടെ ആയിരിക്കും നീക്കം ചെയ്യുന്നത്. ഇനി കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആരാണ്? അത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആരാണ്? അത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ഇനി എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ. എന്താണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ. രണ്ടാമതായിട്ട് പറയുന്നത് തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. 3 രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നീ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. ഒന്നുകൂടെ പറയാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, പിന്നീട് എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പിന്നീട് എന്താണ് പറയുന്നത്? പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം, നടപ്പിലാക്കൽ. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം, നടപ്പിലാക്കൽ. പിന്നീട് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, ചിഹ്നം അനുവദിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, ചിഹ്നം അനുവദിക്കുക. പിന്നീട് പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. അടുത്തതായിട്ട് പറയുന്നത് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ. എന്തൊക്കെയാണ്? വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, തീയതികൾ നിശ്ചയിക്കല്, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ. പിന്നീട് പറയുന്നത് തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുക, തുടർ നടപടി സ്വീകരിക്കുക. ഇത്രയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, രണ്ടാമതായിട്ട് പറയുന്നത് തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, അടുത്തതായിട്ട് പറയുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. അടുത്തയായിട്ട് പറയുന്നത് പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം, നടപ്പിലാക്കൽ. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം, നടപ്പിലാക്കൽ. പിന്നീട് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, ചിഹ്നം അനുവദിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, ചിഹ്നം അനുവദിക്കുക. അടുത്തയായിട്ട് പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ. പിന്നീട് പറയുന്നത് തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുക, തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളായിട്ട് പറയുന്നത്. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ ഏത് പ്രക്രിയയിലൂടെയാണ്? അത് ഇംപീച്ച്മെന്റിലൂടെയാണ്. അപ്പൊ എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭരണഘടന പദവിയിലിരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്ന് പാർലമെന്ററി നടപടിക്രമത്തിലൂടെ പുറത്താക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഭരണഘടന പദവിയിലിരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് എന്ത്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തെരഞ്ഞെടുപ്പ്
കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ്? തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇനി 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അപ്പൊ എന്നാണ്? വർഷം 1982. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കുന്നത്. 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. അപ്പൊ 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനില് കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണ് ഉള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ VVPAT സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുക, ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുക, തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കുവാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തവുമുള്ളതാക്കി മാറ്റുന്നതിനും വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന 2 നിയമങ്ങളുണ്ട്. അതാണ് ജനപ്രാതിനിധ്യ നിയമം 1950 അഥവാ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. രണ്ടാമതായിട്ട് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമം 1951, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. അപ്പോഴ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തം ഉള്ളതുമാക്കി മാറ്റുന്നതിനും വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമങ്ങളാണ് ഏതൊക്കെ? ജനപ്രാതിനിധ്യ നിയമം 1950, രണ്ടാമതായിട്ട് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമം 1951. ഈ ജനപ്രാതിനിധ്യ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 327 ആണ്. ജനപ്രാതിനിധ്യ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ അത് 327 വകുപ്പ് പ്രകാരമാണ്. ഇനി ഈ ജനപ്രാതിനിധ്യ നിയമം 1950 ഇതിന്റെ സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത്. ജനപ്രാതിനിധ്യ നിയമം 1950 സവിശേഷത. ഒന്നാമതായിട്ട് പറയുന്നത് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക. എന്താണ്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, അതിർത്തി പുനർനിർണയം. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, അതിർത്തി പുനർനിർണയം. ഇത് ജനപ്രാതിനിധ്യ നിയമം 1950 സവിശേഷതയാണ്. ഇനി എന്താണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുക. ഇനി എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനത്തെക്കുറിച്ച് ഈ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നിവരുടെ നിയമനത്തെ കുറിച്ച് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഒന്നുകൂടെ പറയാം. ജനപ്രാതിനിധ്യ നിയമം 1950 സവിശേഷതയാണ് പറയുന്നത്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും
തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക. ഇനി നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, അതിർത്തി പുനർനിർണയം, നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, അതിർത്തി പുനർനിർണയം, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുക. പിന്നീട് എന്താണ്, എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഏത്? ജനപ്രാതിനിധ്യ നിയമം 1950. പിന്നീട് എന്താണ് പറയുന്നത്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനത്തെ കുറിച്ച് വ്യവസ്ഥ ചെയ്യുന്നു. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് ജനപ്രാതിനിധ്യ നിയമം 1951 സവിശേഷതയാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുക. എന്താണ്? ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുക. പിന്നീട് രണ്ടാമതായിട്ട് പറയുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുക. തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്ക് പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുക. തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്ക് പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുക. പിന്നീട് പറയുന്നത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെ കുറിച്ച് നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെ കുറിച്ച് നിയമത്തിൽ പരാമർശിക്കുന്നു. പിന്നീട് എന്താണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും വ്യവസ്ഥ ചെയ്യുന്നു. പിന്നീട് എന്താണ്, രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ച് നിയമത്തിൽ പ്രതിപാദിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ച് നിയമത്തിൽ പ്രതിപാദിക്കുന്നു. പിന്നീട് എന്താണ്, ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങൾ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്നിവ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങൾ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്നിവ ജനപ്രാതിനിധ്യ നിയമം 1951 സവിശേഷതയായിട്ട് പറയുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് സുകുമാർ സെൻ ആണ്. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ അത് സുകുമാർ സെൻ ആണ്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളും ഉണ്ട്. എന്താണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളും ഉണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. അപ്പൊ ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഇനി ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് ഏതൊക്കെ അനുച്ഛേദം പ്രകാരമാണ്? അത് 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ചുമതലകളാണ് പറയുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ. പിന്നീട് എന്താണ്? തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും ആരാണ്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ അത് എന്നാണ്? അത് 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ
ഏതൊക്കെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അത് 73 74 ആണ്. ഇനി ഏതൊക്കെ അനുച്ഛേദങ്ങൾ പ്രകാരമാണെന്ന് വെച്ചാൽ അത് 243 കെയും 243 ഇസഡ് എയുമാണ്. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ അതെന്താണ്? 1993 ഡിസംബർ 3-നാണ്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളില് മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? അത് 1993 സെപ്റ്റംബർ 28-നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി ചോദിച്ചാൽ എന്നാണ്? അത് 1993 സെപ്റ്റംബർ 28-നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ? എന്തൊക്കെയാണ്? മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നു. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഉൾപ്പെടുന്ന വ്യവസ്ഥകളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, കാലാവധി, നീക്കം ചെയ്യൽ, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ, പിന്നീട് എന്താണ്? കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമങ്ങൾ, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അന്വേഷണ നടപടികൾ. ഇതൊക്കെയാണ് എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഉൾപ്പെടുന്ന വ്യവസ്ഥകൾ. ഒന്നുകൂടെ പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പിന്നീട് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, കാലാവധി, നീക്കം ചെയ്യൽ. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, കാലാവധി, നീക്കം ചെയ്യൽ. പിന്നീട് എന്താണ് പറയുന്നത്? കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ. പിന്നീട് പറയുന്നത് കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമങ്ങൾ, റിപ്പോർട്ട് സമർപ്പിക്കൽ. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമങ്ങൾ, റിപ്പോർട്ട് സമർപ്പിക്കൽ. പിന്നീട് എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അന്വേഷണ നടപടിക്രമങ്ങൾ. ഇതൊക്കെയാണ് എന്താ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഉൾപ്പെടുന്ന വ്യവസ്ഥകൾ. ഇനി സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണെന്ന് വെച്ചാൽ അത് എന്നാണ്? അത് ഡിസംബർ 10-ആണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ചോദിച്ചാൽ അതെന്താണ്? അത് ഡിസംബർ 10-നാണ്. ഇനി ഐക്യരാഷ്ട്ര സഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ തീയതി വെച്ചാൽ അത് 1948 ഡിസംബർ 10-ആണ്. ഐക്യരാഷ്ട്ര സഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷമാണ് എന്ന് 1948 ഡിസംബർ 10 എന്ന് പറയുന്നത്. ഇനി എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് നോക്കാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗര അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് എന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ്? മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗര അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് എന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാണ് നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ? നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ അത് 1993 ഒക്ടോബർ 12-ആണ് കേട്ടോ. 1993 ഒക്ടോബർ 12-നാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹി സർദാർ പട്ടേൽ ഭവനാണ്.
സർദാർ പട്ടേൽ ഭവൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 6 പേരാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങള് 6 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ എത്രയാണ്? 6 പേരാണ്. ഇനി വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആരായിരിക്കും? ഇതിലെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരിക്കും? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരായിരിക്കും? കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഇനി കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ എത്രയാണ്? അത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കേട്ടോ. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പോഴ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ എന്താണ്? അത് 1993 ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12-നാണ്. പിന്നീട് എന്താണ്? ദേശീയ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ് കേട്ടോ. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചോദിച്ചാൽ അത് 6ആണ്. ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. ഇനി വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇനി എന്തൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. പിന്നീട് പറയുന്നത് എന്താണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. പിന്നീട് എന്താണ്? ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. പിന്നീട് എന്താണ്? മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. പിന്നീട് എന്താണ്? നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതു സേവകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. എന്താണ്? നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതു സേവകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. പിന്നീട് എന്താണ് പറയുന്നത്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. പിന്നീട് പറയുന്നത് മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. പിന്നീട് പറയുന്നത് മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതു സേവകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇത്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയായിട്ട് പറയുന്നത്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? അത് 1998 ഡിസംബർ 11-നാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണ്? അത് 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. അപ്പൊ ആരൊക്കെയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ് കേട്ടോ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്.
ഇനി വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആരാണ്? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ് കേട്ടോ. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇപ്പൊ എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്ന തീയതി എന്നാണ്? അത് 1998 ഡിസംബർ 11-നാണ്. ഇനി എത്ര അംഗങ്ങളാണ് ഉള്ളത്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. എന്നിട്ട് എന്താണ്? ആരായിരിക്കും അധ്യക്ഷൻ എന്ന് അധ്യക്ഷൻ എന്ന് പറയുന്നത്? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് ഗവർണർക്കാണ് കേട്ടോ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി അടുത്തയായിട്ട് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ ആണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സമൂഹത്തില് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ ഡേറ്റ് ചോദിച്ചാൽ അതെന്താണ്? 1992 ജനുവരി 31-നാണ്. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ഇനി ഇതിൽ എത്ര അംഗങ്ങളാണുള്ളത്? ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അംഗങ്ങളെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരാണ്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര സർക്കാരാണ്. ഇനി ഇവരുടെ കാലാവധി ചോദിക്കും. കാലാവധി എത്രയായിരിക്കും? അത് 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ചുമതലകളാണ് ഇവർക്കുള്ളത്? സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷന് ഉള്ളത്. അപ്പോഴ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണ്? അത് 1992 ജനുവരി 31-നാണ് കേട്ടോ. 1992 ജനുവരി 31-നാണ്. ഇനി ഇതിന് ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും. 5 ചെയർപേഴ്സൺ കാണും, 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര സർക്കാർ ആയിരിക്കും. ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിൽ ഇവരുടെ കാലാവധി, ഔദ്യോഗിക കാലാവധി പറയുന്നത് എത്രയാണ്? അത് 3 വർഷമാണ്. ഔദ്യോഗിക കാലാവധി എത്രയാണ്? അത് 3 വർഷമാണ്. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര വനിതാ ദിനം അത് മാർച്ച് 8-നാണ് കേട്ടോ. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. അപ്പൊ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തില് സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ദിന ആചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ മാർച്ച് 8 ഈ ദിനത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇനി ഇവരുടെ ചുമതലകളാണ് പറയുന്നത്.
ഒന്നാമതായിട്ട് പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. എന്താണ്? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമ നിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമ നിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. പിന്നീട് എന്താണ്? സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. പിന്നീട് എന്താണ് പറയുന്നത്? സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. പിന്നീട് എന്താണ്? സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയ രൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഇതൊക്കെയാണ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ഇവിടെ പറയാം, സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശം സമർപ്പിക്കുക. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. പിന്നീട് എന്താണ്? സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. പിന്നീട് പറയുന്നത് സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയ രൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഇത്രയാണ് ചുമതലകൾ. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ന്യൂഡൽഹി ആണ്. ഇനി സ്ത്രീധന നിരോധന നിയമം വർഷം എന്നാണ്? സ്ത്രീധന നിരോധന നിയമം വർഷം ചോദിച്ചാൽ അത് 1961 കേട്ടോ. സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് എന്ത്? സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പോഴ് സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഏത്? സ്ത്രീധന നിരോധന നിയമം 1961 എന്ന് പറയുന്നത്. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് എന്ത്? സ്ത്രീധനം എന്ന് പറയുന്നത്. അപ്പൊ വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് സ്ത്രീധനമാണ്. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. ഇനി ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. സ്ത്രീധന നിരോധന നിയമം 1961. ഇനി എന്താണ്? ഗാർഹിക പീഡന നിയമം വർഷം 2005. ഗാർഹിക പീഡന നിരോധന നിയമം വർഷം ചോദിച്ചാൽ 2005. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പൊ എന്താണ്? ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ അത് 2006 ഒക്ടോബർ 26. 2006 ഒക്ടോബർ 26. ഇനി ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഏത്? ഗാർഹിക പീഡന നിരോധന നിയമം 2005 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം എന്ന് പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും എന്താണ്? ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും
ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഉറപ്പുവരുത്തുന്നത്? ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഗാർഹിക പീഡന നിരോധന നിയമം 2005 ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണ്? വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അത് 1996 മാർച്ച് 14-നാണ് കേട്ടോ. 1996 മാർച്ച് 14-നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി ആസ്ഥാനം എവിടെയാണ്? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കേട്ടോ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കവയത്രി സുഗതകുമാരിയാണ് കേട്ടോ. കവയത്രി സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഘടന എങ്ങനെയാണ്? ചെയർപേഴ്സണെ കൂടാതെ ബാക്കി 4 അംഗങ്ങളും കൂടി ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ കാലാവധി പറയുന്നത് എത്രയാണ്? 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇതില് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചുമതലയിൽപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. 1996 മാർച്ച് 14-നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി ആദ്യ ചെയർപേഴ്സൺ ചോദിച്ചാൽ ആര് പറയും? കവയത്രി സുഗതകുമാരിയാണ് കേട്ടോ. കവയത്രി സുഗതകുമാരിയാണ്. ഇനി ഇതിന്റെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് എന്ന് പറയുന്നത്. പിന്നീട് എന്താണ്? സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇതെന്ന് പറഞ്ഞാല് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ്? രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷന്റെ സുപ്രധാന ചുമതല എന്ന് പറയുന്നത്. അപ്പൊ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിലവിൽ വന്ന വർഷം 1993 മെയ് 17-നാണ്. 1993 മെയ് 17-നാണ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. 1993 മെയ് 17-നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇനി ഈ അംഗങ്ങളെ നിയമിക്കുന്നത്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് അത് രാഷ്ട്രപതിയാണ്. ഇനി ഇവരുടെ കാലാവധി പറയുന്നത് 3 വർഷമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അത് 3 വർഷമാണ് പറയുന്നത്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രധാന ചുമതലകളാണ് പറയുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങളുടെ
സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. രണ്ടാമതായിട്ട് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. മൂന്നാമതായിട്ട് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച് റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. അടുത്തതായിട്ട് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശ നടത്തുകയും ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കായിട്ടുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഇത്രയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. ഇത് നിലവിൽ വരുന്നത് 2013 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത് 2013. ഇനി ഇതിന്റെ ഘടന എന്ന് പറയുന്നത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ഉള്ളത്. ഇനി ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്, ഈ അംഗങ്ങളെയൊക്കെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇനി ഇവരുടെ ഔദ്യോഗിക കാലാവധി പറയുന്നത് 3 വർഷമാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഭരണഘടന അനുസൃതമായി മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഭരണഘടന അനുസൃതമായി മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രധാന ചുമതലയാണ്. ഇനി ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. ഇപ്പൊ 2013 നിലവിൽ വന്നു. ഇതിൽ എത്ര അംഗങ്ങളാണ്? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. ഇനി ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. കാലാവധി പറയുന്നത് 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി പറയുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളാണ്. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താ വിനിമയത്തിനുമാണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകൾ, ആരോഗ്യ രക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിക്കണം. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്? വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യ ധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. എന്തിനു വേണ്ടിയിട്ടാണ്? വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യ ധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇനി ഇതിനോടൊപ്പം എന്താണ്? അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുന്നതും പ്രധാനമാണ്. ഇനി കമ്മീഷൻ നിലവിൽ വരുന്നത് 2004 2004 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ നിലവിൽ വരുന്നത്. ഇനി ഇതിന്റെ ഘടന, ഇതിൽ എത്ര പേരാണുള്ളത്? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു ചെയർപേഴ്സൺ കാണും, ഒരു വൈസ് ചെയർപേഴ്സണും ബാക്കി 3
മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി ഇവരുടെ ഔദ്യോഗിക കാലാവധി പറയുന്നത് 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇതാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇത് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. നിലവിൽ വന്നത് എന്നാണ്? അത് 2004ലാണ് ഈ 2 കമ്മീഷനുകളും നിലവിൽ വരുന്നത്. ഇനി എന്താണ്? ഇതിൽ എത്ര പേരാണ് അടങ്ങിയിരിക്കുന്നത്? ചെയർപേഴ്സൺ ഉണ്ട്, ഒരു വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത്? ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇനി രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി ഇവരുടെ കാലാവധി പറയുന്നത് 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി പറയുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. വർഷം 1989 ആണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇനി ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറയുന്നത്. നിയമം നിലവിൽ വന്നത് 1989ലാണ്. 1989ലാണ്. ഇനി ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമ ലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെ ആയിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോഴ് പട്ടികജാതി പട്ടികവർഗ നിയമം 1989 എന്താണ്? പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമ ലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമാണെന്നും അവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ പ്രധാന ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇനി അടുത്തയായിട്ട് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അടുത്തയായിട്ട് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. ഇത്രയാണ് ഇതിന്റെ ചുമതലയായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. പിന്നെന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. പിന്നെന്താണ്? ഈ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? ഇവരുടെ ക്ഷേമത്തിനായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. ഇത്രയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ പ്രധാന ചുമതലയായിട്ട് പറയുന്നത്. ഇനി എന്താണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ
സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്ര വർഗ കമ്മീഷനെ കുറിച്ചാണ് ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്ര വർഗ കമ്മീഷൻ. കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്? കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ഇനി ഇതിലെ അംഗങ്ങൾ എത്ര പേരാണ്? ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. ഇനി കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. അപ്പൊ എന്താണ് ചുമതല? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അതിനെതിരെ അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതലയായിട്ട് പറയുന്നത്. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും കമ്മീഷന്റെ ചുമതലയായിട്ട് പറയുന്നുണ്ട്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാണ്? ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. കാലാവധി പറയുന്നത് 3 വർഷമാണ്. കാലാവധി 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുകയെന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. ഒന്നുകൂടെ വായിക്കാം. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? അത് ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. 1927 ഫെബ്രുവരി 24 ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബജറ്റ് പ്രസംഗത്തിൽ നിന്നുള്ള ഒരു വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. ഇനി രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ പ്രധാന ചുമതലയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ എന്താണ്? രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടാണ് പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നീട് എന്താണ്? സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി കമ്മീഷൻ നിലവിൽ വരുന്നത് 1993-ലാണ്. 1993-ലാണ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. ഇനി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി ഇവരുടെ ഔദ്യോഗിക കാലാവധി പറയുന്നത്
വർഷമാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി. 2018 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായത്. അപ്പൊ നിലവിൽ വന്ന വർഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ അത് 1993 1993 പിന്നീട് എന്താണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നെ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇവരുടെ ഔദ്യോഗിക കാലാവധി പറയുന്നത് എത്രയാണ്? അത് 3 വർഷമാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവരുടെ ചുമതലകളാണ് പറയുന്നത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലയാണ് പറയുന്നത്. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അടുത്തതായിട്ട് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക. എന്താണ്? പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക. അടുത്ത 3-മതായിട്ട് പറയുന്നത് പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അടുത്തതായിട്ട് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇത്രയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലയായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അടുത്തതായിട്ട് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക. അടുത്ത എന്താണ്? പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അടുത്തതായിട്ട് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലയായിട്ട് പറയുന്നത്. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 അപ്പൊ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് നിലവിൽ വന്നത് 1993 കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന് നിലവിൽ വരുന്നത് 1993 ഇനി കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി പറയുന്നത് അത് 3 വർഷമാണ്. 3 വർഷമാണ് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി പറയുന്നത്. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലയാണ്. അപ്പൊ ഇത് കമ്മീഷന്റെ ചുമതല എന്താണ്? ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് ഈ പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നത് കമ്മീഷന്റെ ചുമതലയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1993 കാലാവധി പറയുന്നത് എത്രയാണ്? അത് 3 വർഷവുമാണ് കേട്ടോ. 3 വർഷമാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ കാലാവധി പറയുന്നത്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്, അഥവാ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ
പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നിലവിൽ വന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? UPSC നിലവിൽ വരാൻ കാരണമായ അനുച്ഛേദമാണ് അനുച്ഛേദം 320 ആണ്. ഇതിലെ അംഗങ്ങൾ എത്ര പേരാണ്? ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത്. അപ്പൊ എത്ര പേരാണ്? ഒരു ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിൽ ഉള്ളത്. ഇനി ഇവരെ നാം നിയമിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. കാലാവധി എത്രയാണ്? അത് 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉള്ള നിയമനങ്ങൾ നടത്തുന്നത് ആരാണ്? അത് UPSC ആണ്. ഇപ്പൊ എന്താണ്? അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് UPSC കമ്മീഷന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായിട്ട് നിയമനങ്ങൾ നടത്തുന്നത് ആരാണ്? അത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇനി കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സംസ്ഥാന സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത്. ഇപ്പൊ UPSC നിലവിൽ വരാൻ കാരണമായ അനുച്ഛേദം ചോദിച്ചാൽ അത് എത്രയാണ്? അത് 320 ആണ്. ഇനി ഇവരുടെ എത്ര പേരാണ് അംഗങ്ങൾ ഉള്ളത്? അത് ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ്. ചെയർപേഴ്സണും 10 അംഗങ്ങൾ അടങ്ങിയതാണ് UPSC എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഔദ്യോഗിക കാലാവധി പറയുന്നത് എത്രയാണ്? അത് 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് UPSC കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? അഖിലേന്ത്യാ സർവീസിലേക്കും, അതായത് ഓൾ ഇന്ത്യ സർവീസ്. പിന്നീട് എന്താണ്? കേന്ദ്ര സർവീസിലേക്കും ഉള്ള നിയമനങ്ങൾ നടത്തുന്നത് അത് UPSC ആണ് അല്ലെ? എന്താണ്? അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് ആരാണ്? അത് UPSC ആണ്. ഇനി എന്താണ് ഇവരുടെ മുഖ്യ ചുമതല പറയുന്നത്? കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഈ UPSC കമ്മീഷന്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായി നിയമനങ്ങൾ നടത്തുന്നത് അതാത് സംസ്ഥാനത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പൊ സംസ്ഥാനങ്ങളിലെ സർക്കാർ സേവനങ്ങൾക്കായിട്ട് നിയമനങ്ങൾ നടത്തുന്നതിനുള്ള ചുമതല അതാത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇനി കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സംസ്ഥാന സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ എന്നാണ് നിലവിൽ വന്നത്? 2007 മാർച്ച് 5-നാണ്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിൽ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഘടന എങ്ങനെയാണ്? ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ ഉള്ളത്. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്? കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണ്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? അത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ്. വനിതാ ശിശു വികസന മന്ത്രാലയം. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇനി ഇത് നിലവിൽ വന്നത് 2007 മാർച്ച് 5-നാണ്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ
നിലവിൽ വരുന്നത്. ഇനി ഇതിലെ അംഗങ്ങൾ എത്ര പേരാണ്? ഒരു ചെയർപേഴ്സണ് 6 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സണ് 6 അംഗങ്ങളും അടങ്ങുന്നതാണ് എന്താ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? കേരളത്തിലും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരളത്തില് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇനി ജനാധിപത്യത്തിന്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക്, നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യവുമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ഈ പിന്നാക്ക അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യവുമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ എന്താണ്? ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ഈ പിന്നാക്ക അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. അടുത്തായിട്ട് പറയുന്നത് എന്താണ്? ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ വിജയവും പരാജയവും ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. ജനാധിപത്യ ഭരണത്തിന്റെ വിജയവും പരാജയവും ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉറപ്പാക്കുന്നതിൽ മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ സുപ്രധാന സ്ഥാനമാണുള്ളത്. ഉദാഹരണമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സ്വതന്ത്രമായും നിർഭയമായും വിനിയോഗിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ അടിത്തറ വിപുലമാക്കുന്നു. 1951-52 കാലഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം ശാക്തീകരിക്കുന്നതിനും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? മണ്ഡലങ്ങൾ നിർണയിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ, തിരഞ്ഞെടുപ്പ് സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയവ കമ്മീഷൻ നിർവഹിച്ചു വരുന്ന ധർമ്മങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്? മണ്ഡലങ്ങൾ നിർണയിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ, തെരഞ്ഞെടുപ്പ് സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയവ കമ്മീഷൻ നിർവഹിച്ചു വരുന്ന ധർമ്മങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി സമൂഹത്തിന്റെ മുഖ്യ ധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുത്തുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങള് സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിനപ്പുറം അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ വിഷമതകൾ പ്രത്യേകമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ധർമ്മമാണ് മേൽപ്പറഞ്ഞ കമ്മീഷനുകൾ നിർവഹിക്കുന്നത്. സാമൂഹിക പിന്നോക്ക അവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഈ കമ്മീഷനുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? പിന്നോക്ക അവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനോടൊപ്പം വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഈ മേൽപ്പറഞ്ഞ കമ്മീഷനുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനി പൗര അവകാശ സംരക്ഷണത്തോടൊപ്പം മനുഷ്യരിൽ അന്തർലീനമായ അന്തസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ വ്യാപനത്തിന് അനിവാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ പൗര അവകാശ സംരക്ഷണത്തോടൊപ്പം മനുഷ്യരിൽ അന്തർലീനമായ അന്തസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന
അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ വ്യാപനത്തിന് അനിവാര്യമാണ്. ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ജനാധിപത്യ പ്രക്രിയയെ ദൃഢമാക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്നുണ്ട്. വനിതകളുടെ സാമൂഹികമായ മുന്നേറ്റം ഉറപ്പുവരുത്തുന്നതിനും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനും സഹായകരമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ വനിതാ കമ്മീഷൻ ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. അങ്ങനെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.